ഇന്നലെ നടന്നിട്ടുള്ള ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർപരമായിട്ട് നമുക്ക് കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് തോന്നുന്നു. കുറച്ചും കൂടി ഞാനൊരു സ്ക്രീനർ വെച്ച് കുറച്ച് കമ്പനികളെ നോക്കി 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 വന്നു. വളരെ വളരെ നല്ല ഇൻഡിക്കേറ്ററുകളുള്ള സാധനങ്ങൾ കണ്ടു. ലോങ് ടേം ആയിട്ട് ഷെയറുകൾ സെറ്റ് ചെയ്ത് കണ്ടുപിടിക്കാവുന്ന ഒരു സ്ക്രീനറാണ് ഞാൻ ഇതിലെടുത്തത്. സ്ക്രീനറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ക്യാപ്പ്, ഡിവിഡൻഡ് yield വല്ലാണ്ടില്ല. മാർക്കറ്റ് ക്യാപ്പ് ഒരു സ്ക്രീനർ എങ്ങനെ എടുത്തതെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എഡിറ്റ് കോളം കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ. പ്രൈസ് ഏണിങ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻഡിക്കേറ്ററുകൾ. സ്ക്രീൻസ് എടുത്തു കഴിഞ്ഞാൽ EPS ഉള്ളത്, ലാഭമുള്ളത്, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിയുടെ അത്യാവശ്യം ഒരു 10-20% മേലെയുള്ളത്, പിന്നെ സെയിൽസ് നല്ലോണം ഉള്ളത്, അങ്ങനെ കുറച്ച് കമ്പനികളിൽ വെച്ചിട്ടാണ് നോക്കിയത്. ഈ റേഷ്യോ നോക്കുമ്പോൾ കോൾ ഇന്ത്യ എല്ലാത്തിനേക്കാളും ഭയങ്കര നല്ല കമ്പനിയാണ്. മാർക്കറ്റ് ക്യാപ്പ് ഒരുപാടുണ്ട്, കാര്യങ്ങൾ ഒരുപാടുണ്ട്. ടെക്നിക്കലി ഫണ്ടമെന്റലി നോക്കുമ്പോൾ ഇത്രയും നല്ല ഷെയറുകൾ കുറവാണ്. പക്ഷേ കോളിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾ എത്ര നാള് കോളിന്റെ മെയിൻ ബിസിനസ് വരുന്നത് കോളിങ് തന്നെയാണ്, കോൾ ഇന്ത്യയുടെ. അപ്പോൾ കോള് എത്ര കാലം ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. ഇപ്പൊ കുറെ ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നത് ഇപ്പോഴും കോളിൽ നിന്നാണ് ഉണ്ടാക്കണം ഇന്ത്യയിൽ. പക്ഷെ സ്റ്റിൽ എത്ര കാലത്തേക്ക് ഇതൊക്കെ ഓടുമെന്ന് ഒരു ഡൗട്ട് ഉള്ളത് കൊണ്ട് ആ കാര്യത്തിലേക്കൊക്കെ ഇനി ഒരു ഫ്യൂച്ചർ ഉണ്ടോ എന്നൊരു പേടിയുണ്ട്. അത് അതൊക്കെ അതിലേക്കൊക്കെയുള്ള ഇൻവെസ്റ്റ്മെന്റ് കുറച്ചാലോ എന്ന് വിചാരിക്കണം. ബാക്കിയുള്ളതെല്ലാം നോക്കുമ്പോൾ നല്ല കമ്പനികളാണ്, അത്യാവശ്യം കഴിവ് തെളിയിച്ചിട്ടുള്ള കമ്പനികളാണ്. പിന്നെ ഉള്ളത് ഈ അൺലിസ്റ്റഡ് ഷെയറുകളാണ്. അൺലിസ്റ്റഡ് ഷെയറുകളിൽ നല്ല അടിപൊളി കമ്പനികൾ കുറച്ചുണ്ട്. അതിലേക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ഇട്ടാൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഗ്രീൻസോ എന്ന് പറഞ്ഞൊരു കമ്പനി, ഇത് നടക്കാവുന്ന കാര്യം ഒന്നും തോന്നുന്നില്ല. പക്ഷെ സ്റ്റിൽ ഇത് ഇന്ത്യയിലത്തെ ആദ്യത്തെ ഹൈഡ്രജൻ മാനുഫാക്ചറിങ് കമ്പനിയാണ്. ആദ്യത്തെ മാത്രമാണ് ഉണ്ടായിട്ടുള്ള കാര്യമുള്ള 15 കോടി റവന്യൂ കിട്ടിയിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ അവരുടെ ആഗ്രഹങ്ങളാണ്, ഓരോരോ കൊല്ലത്തിന്റെ ഇത്. പക്ഷെ അവർക്കൊരു ഓർഡർ ബുക്ക് കിട്ടിയിട്ടുണ്ട്. കമ്പനീസ് ഓർഡർ ബുക്ക് സ്റ്റുഡന്റ് 1400 കോടി ഒക്ടോബർ 2024. കണ്ടിന്യൂഡ് സബ്സ്റ്റാൻഷ്യൽ ഗ്രോത്ത്. അത് എത്രത്തോളം ഉണ്ടാവും അറിയില്ല. പക്ഷെ ഹൈഡ്രജനിലേക്ക് തിരിയാവുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇത് ഭയങ്കര അടിപൊളിയാവുമെന്ന് തോന്നുന്നു. പിന്നെ ICEXന്റെ അതൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് കമ്മോഡിറ്റിയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ല, കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആണ്. അതിന്റെ ലൈസൻസ് ഇവര് റദ്ദാക്കി. അപ്പോൾ പക്ഷെ സ്റ്റിൽ അൺലിസ്റ്റഡ് ഷെയറുകൾ മാത്രമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല കുറച്ച് അൺലിസ്റ്റഡ് ഷെയർ ഉണ്ട്. സിയാല്, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ, ഇത് ഞാൻ മുമ്പ് മേടിച്ചിട്ടുണ്ടായിരുന്ന നല്ല ഷെയർ ആയിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഷെയറാണ്. ഈ ഗ്രീൻസോ അതും ഞാൻ 675 രൂപയ്ക്ക് മേടിച്ച. സിയാല് ഞാനൊരു 287 ആ ഒരു പ്രൈസിൽ മേടിച്ചിട്ടുള്ള. ഇനി ICX ഒക്കെ നാശത്തിന്റെ വക്കിലെത്തി. ഇനി ICL ഫിൻകോർപ്പ്, KLM ഞാൻ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, വലിയൊരു കാശല്ല. പിന്നെ ഇതിൽ കാണുന്ന ബിഗ് ബ്രാൻഡുകളെല്ലാം ധൈര്യമായിട്ട് മേടിക്കാമെന്നുള്ളതാണ് ഒരു കാര്യമുള്ളത്. ഇനി NSE ആണ് ഏറ്റവും അടിപൊളി ഒരു ഷെയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഷെയർ BSEനേക്കാൾ എന്തുകൊണ്ട് നല്ല കമ്പനിയാണ് NSE. BSEയുടെ ഒരു 5000 സംതിങ് വില വരുന്നുണ്ട് ഇപ്പോൾ ഒരു പ്രൈസ് വരുമ്പോൾ. NSE BSE അതിലൊരു മോണോപ്പൊളി പോലെ ആയതുകൊണ്ട് അതിൽ ഭയങ്കരമായൊരു വളർച്ച ഫ്യൂച്ചറിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ NSE ലോങ് ടേമിലേക്ക് ഭയങ്കര അടിപൊളിയാണെന്ന് വിചാരിച്ചാൽ അതിൽ അത്യാവശ്യം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. RNSE മേടിച്ചാൽ കൊള്ളാമെന്ന് വിചാരിക്കുന്നുണ്ട്. SBI മ്യൂച്വൽ ഫണ്ട് ഇതാണ്. പിന്നെ എന്തായാലും വളരെയധികം വളരുമെന്ന് എനിക്ക് ഉറപ്പ് തോന്നുന്ന കാര്യം, അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ഏറ്റവും കൂടുതൽ മ്യൂച്വൽ ഫണ്ട് ഓൺ ചെയ്യുന്നത് SBI മ്യൂച്വൽ ഫണ്ടാണ്. അങ്ങനെ കുറച്ച് ഷെയറുകളിലേക്ക് കുറച്ചും കൂടി നമുക്ക് ഫണ്ടമെന്റലി നല്ലതല്ലേ, കമ്പനിയുടെ കാര്യങ്ങൾ നോക്കി പഠിച്ചാൽ നല്ലതല്ലേ എന്ന് തോന്നിയിട്ടുള്ള ഷെയറുകളുണ്ട്, അതിലേക്ക് നോക്കണം. പിന്നെ വേറെ എന്തെങ്കിലും കൂടിയൊക്കെ ഇൻകം ജനറേഷൻ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം, എന്നാലാണ് വളരുള്ളൂ. പിന്നെ വേറെ വരുമാനം മറ്റേ സാലറി ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഒരു കാശ് കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ വലിയ ചേഞ്ച് ഒന്നുമില്ല.
പിന്നെ ചായ കുടിച്ചതിനൊക്കെ ഒരു 10 100 രൂപ 150 രൂപയൊക്കെ ചിലവായിട്ടുണ്ട്. അങ്ങനെ ഇത് ആവോ ഇല്ലയോ എന്നുള്ളത് അറിയില്ലെങ്കിലും, റിയലിസ്റ്റിക്കലി അറിയില്ലെങ്കിലും, എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ചെറുതായിട്ട് വളരുമെന്നൊരു പ്രതീക്ഷയുണ്ട്. അപ്പൊ അത് നോക്കണം. പിന്നെ അടുത്തൊരു കാര്യമുള്ളത് ബുക്ക് വായന ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കുറെ സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ മേടിച്ചിട്ടുണ്ട്. ഒക്കെ സെൽഫ് ഹെൽപ്പ് ബുക്കുകളിൽ പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ ആണ് ഞാൻ ലാസ്റ്റ് വായിച്ച ബുക്ക്. ഇതൊരു നോവൽ കൈൻഡ് ഓഫ് ബുക്കാണ്. പക്ഷെ ഇതൊരു ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് മെയിനായിട്ട് ഇതിൽ പറയണത്. ഇത് വായിച്ചു കഴിഞ്ഞു. ഞങ്ങളിതൊരു ചെറുതായിട്ടൊരു സ്റ്റാർട്ടപ്പ് കൈൻഡ് ഓഫ് തിങ് കൂടി ആയതുകൊണ്ട് അടുത്തത് ഇപ്പോൾ ഈ 0 to 1 എന്നുള്ള ബുക്കാണ്. ഇത് വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 2 യൂണിറ്റ് കഴിഞ്ഞു. അപ്പോൾ അത് നന്നായി വായിക്കണമെന്നുണ്ട്. പിന്നെ പേഴ്സണൽ MBA, സ്റ്റാർട്ട് വിത്ത് വൈ, ഡയറി ഓഫ് CEO, ദ ഹാർഡ് തിങ് അബൌട്ട് ഹാർഡ് തിങ്സ്, ഇതൊക്കെ അടിയന്തരമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ജിമ്മിൽ എല്ലാ ദിവസവും പോകണം. ഒരു ബോഡി പിന്നെ ശരിയാക്കണം. എത്ര ദിവസം ശരിയാകുന്നില്ല. ഇതൊക്കെ ചെയ്യണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ചെയ്യണിടത്തോളം ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഒരു ഡയറി ജേണൽ ഇങ്ങനെ ഏഹ് ചെയ്ത് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതെൻ്റെ ഒരു സ്റ്റുഡൻറ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ എഴുതിയിട്ടും ജേണൽ തുടങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാം കൂടി പറ്റിയിട്ടൊന്നും ആവില്ല, പക്ഷെ സ്റ്റിൽ ചെയ്യണമെന്നുണ്ട്. അങ്ങനെ അപ്പോൾ നാളെ തുടങ്ങി വീണ്ടും കൺസിസ്റ്റന്റ് ആവുമെന്ന് വിചാരിക്കുന്നു. 2 ദിവസത്തേക്കും കൂടിയുള്ളത് ഇതിലുണ്ട്. ബായ്. തിങ്കളാഴ്ച തുടങ്ങിയിട്ട് ഷെയറിൻ്റെ ഇതിൽ വരുന്ന പ്രൈസിൻ്റെ അപ്ഡേഷൻസ് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ഗോൾഡിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ചെറിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടാവുക. ഗോൾഡ് ഇത് 84 ചില്ലറയായിരുന്നു. ഇതിൽ 10 ഒരു ചെറിയ ഗോൾഡ് ജനറേറ്റ് ആയിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഗോൾഡിൻ്റെ 85,000 ആയിട്ടുണ്ട്. അവിടെ ഒരു 1000 രൂപ കയറിയിട്ടുണ്ട്. പിന്നെ ഈ പൈ കോയിൻ എന്ന് പറഞ്ഞൊരു കോയിൻ എൻ്റെ ഉണ്ട്. ഈ കോയിൻ വിചാരിച്ച പോലെ രക്ഷപ്പെടുകയാണെങ്കിൽ ഇത് മാത്രം മതി കോടീശ്വരനാവാൻ. ഇതൊന്നും ആവുമെന്ന് എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. 1913 കോയിൻ ഉണ്ട്. ലിസ്റ്റൊക്കെ ചെയ്യാറായി എന്ന് പറയണ കേൾക്കുന്നു. എന്താണെന്ന് അറിയില്ല. പൈ കോയിൻ പ്രൈസ് $49. അങ്ങനെ നോക്കുകയാണെങ്കിൽ 49 ഇൻറ്റു 83 രൂപ ഇൻറ്റു 1900, 77 ലക്ഷം. ഇപ്പോഴേ ഞാൻ കോടീശ്വരനായി. ഒന്നും നടക്കും തോന്നുന്നില്ല. ഇതിനൊരു 1 ലക്ഷം രൂപ കിട്ടിയ ഭാഗ്യം എന്ന് വിചാരിക്കുന്നു. ഞാൻ മൈൻഡ് ചെയ്തുണ്ടാക്കിയതായതുകൊണ്ട് പിന്നെ ലോക്കിനും ഉണ്ടെന്ന് തോന്നുന്നു. 2026 വരെ കണ്ട് എനിക്ക് ചിലപ്പോൾ ഇതിൻ്റെ കാര്യമൊക്കെ ശൂന്യമായിട്ടുണ്ടാവാം. അതങ്ങനെ. പിന്നെ ഉള്ളത് ബൈനാൻസിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിലാണ്. ബിറ്റ്കോയിൻ നമ്മളങ്ങനെ എപ്പോഴും നോക്കാറില്ല. ഇട്ട് നോക്കിയാൽ മറക്കുക എന്നുള്ളതാണ് ഒരു മൂഡ്. ഇപ്പം $465 ഇപ്പോൾ ഉള്ളത്. 465 എന്ന് പറയുമ്പോൾ ഒരു 38,000 40,000 അടുത്ത് കുറച്ച് കുറഞ്ഞേക്കാൻ തോന്നുന്നു. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ പിന്നെ വേറൊരു കാണാം. ടാറ്റാ ബൈ.